ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ജൂൺ മാസം തുടങ്ങുകയാണ്. ജൂൺ 2-ാം തീയതി വ്യാഴമാറ്റമാണെന്നുള്ളത് നമുക്കറിയാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജൂൺ 1-ാം തീയതിയും 2-ാം തീയതിയും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന ഒരു വഴിപാടിനെ കുറിച്ചും ജൂൺ മാസം മുഴുവൻ ചൊല്ലേണ്ടുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചും ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗങ്ങളെക്കുറിച്ചുമാണ്. കാരണം എല്ലാ മാസവും നമ്മളിത് തുടർന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഈ മാസത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജൂൺ 2-ാം തീയതി നമുക്ക് വ്യാഴം മാറുന്നതുകൊണ്ട്, സർവേശ്വരകാരകനായ വ്യാഴം നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുതരും. പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ ആ പ്രതികൂലത്തെ തരണം ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ജൂൺ മാസം 1-ാം തീയതി, അതായത് നാളെ തിങ്കളാഴ്ച ദിവസമാണ് ജൂൺ 1 തുടങ്ങുന്നത്. അതുമാത്രവുമല്ല, പ്രഥമ തിഥിയിലാണ് ജൂൺ മാസം 1-ൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് രുദ്രാഭിഷേകം കഴിപ്പിക്കണം. നമ്മുടെ വീടിന് അടുത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ രുദ്രാഭിഷേകം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രുദ്രാഭിഷേകം ഉള്ള ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ രുദ്രാഭിഷേകം നടത്തണം. അങ്ങനെയല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരഭിഷേകം, ഒന്നെങ്കിൽ ജലധാര, അല്ലെങ്കിൽ കരിക്ക് ധാര, അല്ലെങ്കിൽ ഭസ്മാഭിഷേകം, ഈ 3-ൽ ഏതെങ്കിലും ഒന്ന്. രുദ്രാഭിഷേകമാണ് ഏറ്റവും നല്ലത്. അതില്ലാത്ത ക്ഷേത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു അഭിഷേകം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കണം. ഒപ്പം തന്നെ ഭഗവാന് കൂവളത്തില, അത് അഭിഷേകം ചെയ്യാനോ മാലയായിട്ടോ കിട്ടുമെങ്കിൽ അതും കൂടി വാങ്ങിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ നാളത്തെ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടുന്ന വഴിപാട്. അപ്പം ഈ അഭിഷേകമൊക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭസ്മാഭിഷേകമാണെങ്കിൽ ഭസ്മം കിട്ടും, രുദ്രാഭിഷേകമാണെങ്കിൽ അതിൻ്റെ പ്രസാദം കിട്ടും. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും നെറ്റിയിൽ തൊട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം മക്കളൊക്കെ അബ്രോഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതിയാവും. അതിന് ശേഷം നമ്മൾ ഓം നമഃശിവായ എന്നുള്ള മന്ത്രം നാളത്തെ ദിവസം 111, 108 111 പ്രാവശ്യം ജപിക്കണം. ക്ഷേത്രത്തിലിരുന്ന് ജപിക്കാൻ പറ്റുന്നവർക്ക് ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ. ഇനി ഇപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ നാളെ പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ശിവപാർവതി ഫോട്ടോയോ ശിവലിംഗമോ ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ശിവലിംഗം കയ്യിലുള്ളവരാണ്, വീട്ടിൽ അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജലം, കരിക്ക്, ഭസ്മം ഇതുകൊണ്ട് അഭിഷേകം ചെയ്ത് ഓം നമഃശിവായ 111 പ്രാവശ്യം ചൊല്ലുക. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ, അഭിഷേകം ചെയ്യാൻ പറ്റാത്തവർ, വീട്ടിൽ ശിവപാർവതി ഫോട്ടോയോ ശിവലിംഗമോ ഒന്നുമില്ലാത്തവർ ഒരു ദീപം കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് 111 പ്രാവശ്യം ഓം നമഃശിവായ ജപിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഈ വഴിപാടിന് വളരെ വളരെ ശക്തിയുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ജൂൺ 2-ാം തീയതി. ജൂൺ 2-ാം തീയതി വ്യാഴമാറ്റമാണ്. അപ്പം ആ ഒരു ദിവസം ചൊവ്വാഴ്ചയോട് കൂടിയിട്ടാണ് വരുന്നത്. നമ്മൾ അന്ന് ചെയ്യേണ്ടുന്ന കാര്യം വീടിനടുത്തുള്ള കൃഷ്ണ, വിഷ്ണു, പെരുമാൾ ആ ഒരു ക്ഷേത്രത്തിൽ പോകുക എന്നുള്ളതാണ്. അവിടെ പോയി ഭഗവാന് മഞ്ഞപ്പെട്ട്, തുളസിമാല, പാൽപായസം ഇത് 3 കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉത്തമമാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, ഞാൻ ഈ പറഞ്ഞ മഞ്ഞപ്പെട്ട്, തുളസിമാല, പാൽപായസം ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ഭഗവാന് കഴിപ്പിക്കുക. അപ്പോൾ പാൽപായസം ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരിൽ നമ്മൾ കഴിപ്പിക്കണം. കാരണം വ്യാഴമാറ്റം എല്ലാവരെയും ബാധിക്കുന്നതാണ്, പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചെയ്യണം. പിന്നെ എല്ലാ മാസവും നമ്മളുടെ നാൾ വരുമല്ലോ, പക്കാ പിറന്നാളെന്ന് നമ്മൾ പറയും. ആ ഒരു ദിവസം കൃഷ്ണനെ ക്ഷേത്രത്തിൽ പോയി കണ്ടു തൊഴുത് നിങ്ങൾ പാൽപായസം കൂടിയിട്ട് കഴിപ്പിക്കണം. വ്യാഴമാറ്റം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മളത് ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമാണ്. പിന്നെയുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ജൂൺ 2-ാം തീയതി മുതൽ
ജൂൺ 30 വരെ എല്ലാ ദിവസവും ഭഗവാന്റെ ഈ ഒരു 12 നാമങ്ങൾ നമ്മൾ ജപിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഈ 12 നാമങ്ങൾ ജപിക്കണം. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇത് കഴിഞ്ഞ വർഷവും വ്യാഴമാറ്റ സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രമാണ്. എല്ലാ ദിവസവും 9 പ്രാവശ്യം വെച്ച് ജപിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് 108 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചു എന്നുള്ളത് വരും. അതുകൊണ്ടാണ് 9 പ്രാവശ്യം ജപിക്കാനായിട്ട് പറയുന്നത്. 9 പ്രാവശ്യം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇത് ഒരേ ഒരു തവണയെങ്കിലും ജപിക്കണം. ഈ ജൂൺ മാസം കംപ്ലീറ്റ് നമ്മൾ എല്ലാ ദിവസവും ഒരേ ഒരു പ്രാവശ്യം ജപിക്കാം. രാവിലെയും വൈകിട്ടും ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരമായിട്ട് മാത്രം ജപിച്ചാലും മതിയാവും. അതിനുശേഷം ജൂലൈ 1 മുതൽ നമ്മളിത് എല്ലാ വ്യാഴാഴ്ച, ഏകാദശി, തിരുവോണം നക്ഷത്രം വരുന്ന സമയങ്ങൾ നോക്കിയിട്ട് 9 പ്രാവശ്യം ജപിച്ചാൽ മതിയാവും. ഇത് വ്യാഴമാറ്റം അനുകൂലമാണെങ്കിൽ അതിനെ ഏറ്റവും ഉത്തമമാക്കാനും പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 12 മന്ത്രമാണ്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മന്ത്രമാണെന്നറിയാം, എങ്കിൽ പോലും മറക്കാതെ നമ്മളിത് ജപിക്കണം. ഇത് ജപിക്കുമ്പോൾ തുളസി ഇലകൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജപിച്ചാൽ വളരെ പുണ്യമാണെന്നാണ് പറയുന്നത്. മാത്രവുമല്ല നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു 12 തുളസി ഇലകൾ എടുത്ത് അർച്ചന ചെയ്തുകൊണ്ട് നമുക്കിത് ജപിക്കാവുന്നതാണ്. അപ്പം 1 തീയതി 2 തീയതി നമ്മൾ ഈ കാര്യം ചെയ്യാൻ മറക്കരുത്. ജൂൺ മാസം മുഴുവൻ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാനും മറക്കരുത്. അടുത്തതായിട്ട് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ത്രിപുഷ്കര യോഗം ഈ ജൂൺ മാസത്തിൽ 2 തവണയാണ് നമുക്ക് വരുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അത് 2 പ്രാവശ്യം കൂടി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, ഇരട്ടിക്കുന്ന ഒരു യോഗമാണ് ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. ആ സമയത്ത് ആരോടെങ്കിലും വഴക്കുണ്ടാക്കുക, സ്വർണം പണയം വെക്കുക, കടം മേടിക്കുക, ഹോസ്പിറ്റലിൽ പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നല്ല നല്ല കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, അന്നദാനം കൊടുക്കുന്നത്, സ്വർണം മേടിക്കുന്നത്, വെള്ളി മേടിക്കുന്നത്, ഡ്രസ്സ് മേടിക്കുന്നത്, എന്തെങ്കിലും പ്രോപ്പർട്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അത് സൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ജൂൺ മാസത്തിലെ ആദ്യത്തെ ത്രിപുഷ്കര യോഗം വരുന്നത് ജൂൺ 16 ചൊവ്വാഴ്ചയാണ്. അന്ന് വൈകിട്ട് 4:12 ആരംഭിച്ചിട്ട് 12:52, അതായത് അർദ്ധരാത്രി 12:52 ത്രിപുഷ്കര യോഗത്തിൻ്റെ അവസാനം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടുള്ള ഗൃഹോപകരണങ്ങൾ മേടിക്കുകയോ സ്വർണം, വെള്ളി പോലെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വാങ്ങുകയോ ചെയ്യാം. രണ്ടാമത്തെ ത്രിപുഷ്കര യോഗം ജൂൺ 21 ഞായറാഴ്ചയാണ് വരുന്നത്. രാവിലെ 9:31 ആരംഭിച്ചിട്ട് വൈകിട്ട് 3:20 അവസാനിക്കുന്ന ഒരു ത്രിപുഷ്കര യോഗം. നമുക്ക് കുറച്ച് മണിക്കൂറുകൾ അധികമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുഹൂർത്ത സമയം കൂടിയിട്ടാണ് ഈ ഒരു ജൂൺ 21 ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയം നമ്മൾ വിനിയോഗിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തത് ദ്വിപുഷ്കര യോഗം. ത്രിപുഷ്കര യോഗം പോലെ തന്നെ ഫലം തരുന്നതാണ് ദ്വിപുഷ്കര യോഗം. ത്രിപുഷ്കരത്തിൽ 3 പ്രാവശ്യം നമുക്ക് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ്വിപുഷ്കര യോഗത്തിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ജൂൺ മാസത്തിലെ ദ്വിപുഷ്കര യോഗം എപ്പോഴാണെന്നുള്ളത് നോക്കാം. ഒരേ ഒരു ദ്വിപുഷ്കര യോഗം മാത്രമേ നമുക്ക് ഈ ഒരു ജൂൺ മാസത്തിലുള്ളൂ. ജൂൺ 7 ഞായറാഴ്ച അതികാലെ 2:40 ആരംഭിച്ചിട്ട് രാവിലെ 7:55 വരെയാണ് ദ്വിപുഷ്കര യോഗത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ക്ഷേത്ര ദർശനം, അന്നദാനം പോലുള്ള മഹത്തായ കാര്യങ്ങളാണ്. അപ്പം ഈ 2 സമയവും നിങ്ങൾ കഴിയുന്ന അത്ര വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ വ്യാഴമാറ്റം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഇപ്പം അഷ്ടമശനി, കണ്ടകശനി, ഏഴരശനിയൊക്കെ നമുക്ക് ജാതകത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിലും വ്യാഴം നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസം ഗുരുഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊക്കെ അത് പോയി കണ്ട് വ്യാഴാഴ്ച അതും കൂടി ഫോളോ ചെയ്താൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.